ഇവിടെ ആളാരാണെന്ന് പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ഒരുപോലൊക്കെയാണ് കാണാൻ. ഓക്കെ, ഇപ്പം മോട്ടിവേഷനൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും ആദ്യം മൈൻഡിലോട്ട് ഓടി വരുന്ന പേര് പേളി മാണിയുടേതാണ്. പേളി മാണിയും പുള്ളിക്കാരത്തിയുടെ കൂട്ട് കേളി ഹെയറൊക്കെയാണ്, രണ്ടുപേരും ഒരുപോലൊക്കെയാണ് കാണാൻ. ഞാനിപ്പോൾ ജസ്റ്റ് പേളി മാണിയുടെ വിക്കിപീഡിയ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 2017 എബി എന്ന് പറയുന്ന സിനിമയിൽ പുള്ളിക്കാരത്തി അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഷോയിലോട്ട് പോയതെന്നും പറയുന്നുണ്ട്. അന്നേരം ഇന്റർവ്യൂ നടന്ന ഒരു കാലഘട്ടം 2017 അറിയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. അന്നേരം ഞാനിപ്പോൾ പേളിയുടെ വിക്കിപീഡിയ നോക്കിയ സമയത്ത് ആങ്കറായിട്ട് 2017 ടമാർ പടാർ എന്ന് പറയുന്ന ഷോയിലാണ് പുള്ളിക്കാരത്തി നിന്നിരുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ നോട്ടിനകത്ത് പറയുന്നുണ്ട് റീപ്ലേസ്ഡ് ബൈ ലക്ഷ്മി നക്ഷത്ര എന്നും പറയുന്നുണ്ട്. അന്നേരം ആദ്യം പേളിമാണി ആയിരുന്നു ആ ഒരു ഷോയിൽ ആങ്കർ, പിന്നാണ് ലക്ഷ്മി നക്ഷത്ര ആ ഒരു ഷോയിലോട്ട് വരുന്നത്. സോ മേ ബി 2017 ടമാർ പടാർ എന്ന് പറയുന്ന ഷോയെ പറ്റി ആയിരിക്കണം മറീന പറയുന്നത്. അപ്പം ഈ തൊഴിൽ നിഷേധിക്കുന്നതും വലിയൊരു കുറ്റമാണ്. ഇൻ കേസ് ഇനി പേളിയുടെ പേര് പറഞ്ഞാൽ പോലും ചിലരും അന്തം ഫാൻസ് വിശ്വസിക്കണമെന്നില്ല. കാര്യം എല്ലാവരും ചോദിക്കും, അയ്യോ നമ്മുടെ പേളി അങ്ങനെയൊക്കെ ചെയ്യൂ, അയ്യോ നമ്മുടെ പേളി അങ്ങനാണോ ഇങ്ങനാണോ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ചോദിക്കാം. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ റിയലായിട്ട് കാണുന്നതൊന്നും ശരിയല്ല. മനസ്സിലായ? ഇപ്പം നമ്മുടെ മുന്നിൽ ഇപ്പം ചിരിച്ചും കളിച്ചും ഒക്കെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ നിൽക്കുന്ന ടീംസ് ഉണ്ട്. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട്, അവരുടെ പ്രൊഫഷണൽ ലൈഫിലോട്ടൊക്കെ ചെന്ന് കയറി നോക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ജലസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഓക്കെ ഈ വരുന്ന ഗസ്റ്റ് എന്നെക്കാളും ചെറിയ ആർട്ടിസ്റ്റാണ്, ഇവളെ ഞാനെന്തിന് ആങ്കർ ചെയ്യണം, അല്ലെങ്കിൽ ഞാനെന്തിന് ഇവളെ ആനയിച്ചിരുത്തണം, അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം അത് എല്ലാവർക്കും ഉണ്ടാവൂടെ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റിനും ഈ സാധനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെയാണ് ഈ പറയുന്ന ബോളിവുഡ് ആക്ടേഴ്സിനെയൊക്കെ സമ്മതിക്കുന്നത്. സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ഒക്കെ വന്നിട്ടാണ് ഓരോ അവാർഡിനായിട്ടൊക്കെ ആങ്കർ ചെയ്യുന്നത്. നമ്മുടെ എത്ര സൂപ്പർ സ്റ്റാർസ് നമ്മുടെ എത്ര ഷോ ആങ്കർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പറ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോ ജോബിനെ ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് താഴെ നിൽക്കുന്ന ഒരു ആക്ടറിനെ ആങ്കർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വില ഇടിഞ്ഞു പോകും